ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ പ്രമീഷ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി റെക്കോർഡ് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റെക്കോർഡ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇയർ എംബ്രോയ്ഡറി റെക്കോർഡാണ്. അപ്പോൾ ഇത് കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇപ്പോൾ ഈ ചാനൽ കാണുന്നവർ മിക്കവാറും പേര് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഓൾറെഡി കഴിഞ്ഞവരൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നതേ ഉള്ളായിരിക്കും. പക്ഷേ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാനായിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പം അവരുടെ അടുത്തേക്കൊന്നും ഈ വീഡിയോ എത്തിപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം അറിയുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോയിട്ട് നമുക്ക് എപ്പം ക്ലാസ്സിന് പോകാൻ പറ്റുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കഴിയുന്നിടത്തോളം ഇത് ഒത്തിരി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അവരിലേക്ക് നിങ്ങൾ അറിയുന്നവരൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എത്രത്തോളം റെക്കോർഡ് എത്രത്തോളം എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ പേരൊക്കെ അപ്പോൾ നമുക്ക് പഠിക്കാം. ഇത് മാർക്കിംഗ് സ്റ്റിച്ചസ് ആണ്, മാറ്റി ക്ലോത്തിൽ ചെയ്യുന്ന. ഇത് റണ്ണിങ് ആണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോകുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ഡേസി ഡേസി. ഫെദർ സ്റ്റിച്ചാണ്, സിംഗിൾ ഫെദർ സ്റ്റിച്ച്. ഇത് ഡബിൾ ഫെദറാണ്. ഇത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്, ഹെറിംഗ് ബോൺ. ഇത് ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ ആണ്, ക്ലോസ്ഡ് ഹെറിംഗ് ബോൺ. ഷെവറോൺ സ്റ്റിച്ച്. ഇതൊക്കെ ഞാൻ വരച്ചെടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് മാലിക് എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്, മാലിക്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ തിക്കായിട്ട്. ഞാൻ ഇച്ചിരി മടിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് വർക്കും റഫും ഫെയറും ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് തട്ടിപ്പ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇത് സാറ്റിൻ സ്റ്റിച്ചാണ്. ലോങ് ആൻഡ് ഷോർട്ട് ഫേൺ സ്റ്റിച്ച്. അപ്പോൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ. കോറൽ സ്റ്റിച്ചാണ്, സ്പൈഡർ സ്റ്റിച്ച്, റുമാനിയൻ ബീഡ്സ് വർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ എംബ്രോയ്ഡറി ഇത്രയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് സെക്കൻഡ് ഇയർ എംബ്രോയ്ഡറി കാണാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ കൂടുതലായിട്ട് വരുന്നത് ട്രഡീഷണൽ ആണ് കേട്ടോ. ഇത് നെറ്റ് ആപ്ലിക്കാണ്, നെറ്റ് ആപ്ലിക്. ഇത് പിക്ചർ ആപ്ലിക്. ഇത് ആപ്ലിക് വർക്ക് വിത്ത് സെൻറ്റർ ഡിസൈൻ. 3 രീതിയിൽ ചെയ്യണം: സെൻറ്റർ ഡിസൈനും, ബോർഡർ ഡിസൈനും ആൻഡ് കോർണർ ഡിസൈൻ. ഇത് ബോർഡർ ഡിസൈനാണ്, ഇത് കോർണർ ഡിസൈനാണ്. ഇതൊക്കെ നമ്മൾ ഡ്രസ്സിലേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇത് കട്ട് വർക്കാണ്. ഇത് ഇതുപോലെ സെൻറ്റർ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഇത് ബോർഡറാണ്. ഇത് കോർണർ ഡിസൈൻ. ഇത് ഷേഡോ എംബ്രോയ്ഡറി ആണ്. ഷേഡോ എംബ്രോയ്ഡറി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മൾ തുണിയുടെ അടിവശത്തായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓർഗാൻഡിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഷാഡോ എംബ്രോയ്ഡറി തന്നെ കോർണർ ഡിസൈനായിട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ബോർഡർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്, ബോർഡർ ഡിസൈൻ. ഓക്കെ, ഇത് റിബൺ എംബ്രോയ്ഡറി വർക്കാണ്. അത് ഇതുപോലെ സെൻറ്റർ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്.
ഇങ്ങനെ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇത് കോർണർ ഡിസൈനാണ്. ഇതതുപോലെ ബോർഡർ ഡിസൈൻ. ഇത് കമൽ വർക്കാണ്, കമൽ വർക്ക്. ഓക്കെ, അതുപോലെ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ ബോർഡറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്കെച്ച് വെച്ചിട്ടൊന്ന് വരച്ച് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ റിബൺ വെച്ചിട്ടോ ലേസ് വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് കമൽ വർക്ക് തന്നെ ബോർഡർ ഡിസൈനാണ്. ബോർഡർ ഡിസൈൻ നമുക്ക് സാരിയിലൊക്കെ ചെയ്യാം കേട്ടോ, ബോർഡറായിട്ട്. കമൽ വർക്ക് കോർണർ ഡിസൈൻ. ഇത് കച്ച് എംബ്രോയ്ഡറി ആണ്, കച്ച് വർക്കാണ്, സെൻറ്റർ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ബോർഡർ ഡിസൈനാണ്. ഇത് കോർണർ ഡിസൈൻ. പിസ്റ്റൽ സ്റ്റിച്ചാണ്, പിസ്റ്റൽ. ഓക്കെ, പിസ്റ്റൽ സ്റ്റിച്ച്. ഇത് പിസ്റ്റൽ സ്റ്റിച്ച് ബോർഡറാണ്. ഇത് കോർണർ ഡിസൈനാണ്. ഇത് ആര്യ വർക്കാണ്, ആര്യ വർക്ക്. ഇത് ബോർഡർ ഡിസൈനാണ്. ഓക്കെ, ഇത് കാശ്മീർ എംബ്രോയ്ഡറി ആണ്. താമ്പൂർ ഫില്ലിംഗ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചിരുന്നു, താമ്പൂർ സ്റ്റിച്ച് എന്നും പറഞ്ഞിട്ട് അല്ലേ, ചെയിൻ സ്റ്റിച്ച് ഫില്ല് ചെയ്ത് ചെയ്യുന്നതിന്. ഓക്കെ, പിന്നെ പെയിൻറ്റിങ്സ് ആണ്, ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. കുറച്ചതും വരുന്നുണ്ട്. ഇത് ഫില്ലിംഗ് ആണ്. ഇത് ചെക്ക് ഷെയ്ഡിങ്, ചെക്ക് ഷെയ്ഡിങ്. ഇത് ഡോട്ട് പ്രിൻറ്റിങ്. ഇത് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്. ഇത് എംബ്രോയ്ഡറി പെയിൻറ്റിംഗ് ആണ്. എംബ്രോയ്ഡറി ഡിസൈൻ പോലെ തന്നെ നമ്മൾ 3D കോണ് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ സാരിയിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഇത് ആപ്ലിക് വർക്കാണ്. ആപ്ലിക് വർക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല. ഇത് കണ്ടോ, ഈ കോണ് വെച്ചിട്ട് നമ്മളത് വരച്ച്, നമ്മൾ ആപ്ലിക് വർക്ക് സാധാരണ ബട്ടൺ ഹോൾ വെച്ചിട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇത് കോണ് വെച്ചിട്ട് അതിന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് സിംഗിൾ ഷെയ്ഡിങ് ആണ്. ഇത് പേൾ പെയിൻറ്റിംഗ് ആണ്, പേൾ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് വെറ്റ് ഷെയ്ഡിങ് ആണ്, വെറ്റ് ഷെയ്ഡിങ് നമ്മൾ ഫ്രെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എംബ്രോയ്ഡറി റെക്കോർഡിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ സബ്ജക്റ്റ് തുടങ്ങാം. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇട്ടത്. കാരണം ഒന്നാമത് വീട്ടിലെല്ലാവർക്കും അസുഖം, അതിൻ്റെ കൂടെ ഞാനൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പോൾ അതങ്ങോട്ട് വിചാരിച്ച പോലെ എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു ടെൻഷനിലൊക്കെ ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റ് നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.